അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സ് പറഞ്ഞിട്ട് ഒരു വ്ളോഗും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് കണ്ടത് 10th കുട്ടികളാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടത്. അതിൽ കൂടുതലായിട്ട് ഹിന്ദീൻ്റെ ടിപ്സ് പറഞ്ഞു തരുമോ, ഹിന്ദി എങ്ങനെ പഠിച്ചതെന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡൽ എക്സാമിന് മാർക്കില്ല, ഒന്നിന് ഫെയിൽ ആയിക്കണം, ഇനി എന്താ ചെയ്യാന്നറിയില്ല, ബയോളജി സോഷ്യലൊക്കെ എങ്ങനെ പഠിച്ചതെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും മോഡൽ എക്സാമിന് അധികം മാർക്കൊന്നും ഇല്ലായിരുന്നു, 3A+, 2A+ ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ടെൻഷനായിരുന്നു, എനിക്കിനി എന്താ ഞാൻ പബ്ലിക്കിന് ചെയ്യാം, മോഡലിങ്ങനെ മാർക്ക് കുറവാണെങ്കിൽ പബ്ലിക്കിൻ്റെ അവസ്ഥ എന്താവുമെന്ന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്കങ്ങനെ 8A+, 2A കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആൻഡ് ഞാൻ എങ്ങനെ പഠിച്ചെന്നുള്ള ആ ഒരു സ്റ്റഡി റൊട്ടീനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹിന്ദിയിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് എല്ലാവർക്കും ടഫായി തോന്നുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദിയാണെന്ന് തോന്നുന്നു. കാരണം കമൻറ്റ്സ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ 10th മുതലാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 10th മുതൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റും എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. 9th എന്നൊന്നും എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഹിന്ദി എന്ന് പറയുമ്പോൾ എനിക്ക് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു 9th. കാരണം എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല, ഫുള്ളായിട്ട് ഡൗട്ടായിരുന്നു. ഇപ്പോൾ 10th മുതൽ എനിക്ക് കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇതെങ്ങനെ എഴുതേണ്ടതെന്നും എല്ലാം മനസ്സിലായി. ഹിന്ദി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എക്സാമിനറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് കൂടുതലും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വേണമെങ്കിൽ ആ സാറിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാൻ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ആ സാറ് നമുക്ക് എന്തെടുക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് അതിൻ്റെ വേർഡ് മീനിങ്സൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഈ ഹിന്ദി എന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ ലെങ്ത്തുള്ള വീഡിയോസൊന്നും അല്ല യൂട്യൂബിൽ, അതൊക്കെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പം അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ +1 ആണ്. അപ്പോൾ എനിക്ക് +1 ഓണം എക്സാമിന് ഹിന്ദിയിൽ 14 out of 14 ഉണ്ടായിരുന്നു. ആ പേപ്പർ കാണുന്നില്ല, അപ്പോൾ നോമ്പിൻ്റെ അത് പണിയൊക്കെയപ്പോൾ അത് കാണില്ല ഗൈസ്. പിന്നെ ഇത് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറാണ്. ഓക്കെ, ഇത് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറാണ്. 80ൽ 75 ആണ് മാർക്ക് വന്നിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ല എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്, എനിക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റും ഹിന്ദിയാണ്. വേറെ സബ്ജക്റ്റിനൊന്നും ഇത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്ലാസ് കേട്ടിട്ട് തന്നെയാണ് കൂടുതലും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെയും ഷോർട്ട് നോട്ട്സ് ഞാൻ എഴുതി വെക്കും. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിൽ, ഇപ്പോൾ ഇത് ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ആരാണ് എഴുതിയത്, ഇപ്പോൾ കവിൻ്റെ പേര്, കവിത ആണെങ്കിൽ കവിൻ്റെ പേര്, പിന്നെ എന്താ അത് അങ്ങനെ അത് ഇത്. പിന്നെ ഇപ്പോൾ കഥയാണെങ്കിൽ കഥ എഴുതിയത് ആരാണ്, അതുപോലെ തന്നെ അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരും എഴുതി വെക്കും. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിലിവിടെ ഉള്ളതൊക്കെ എന്താ മറ്റേ നമുക്ക് ഡയറി, പിന്നെ കുറേ പോസ്റ്റർ അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇത് +1 കേട്ടോ, അതിൽ വേറെ സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഫോർമാറ്റൊക്കെ ഞാൻ എഴുതി വെക്കലുണ്ട് കേട്ടോ. അത് 10th അങ്ങനത്തിനാണ്. ഇപ്പോൾ ഡയറിൻ്റെയൊക്കെ ഫോർമാറ്റ് ഇപ്പോൾ ഒരു ബുക്കിലോ പേപ്പറിലെങ്കിൽ എഴുതി വെക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് നമുക്കത് വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിങ്ങനെ കോപ്പി ആയിട്ട് ചെയ്യുന്നതല്ല, അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് നമ്മളെ മൈൻഡിൽ തന്നെ ഓർമ്മ ഉള്ളതാണ് ഞാനിതിൽ എഴുതി വെക്കണത്. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കവിതയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് എന്താ അതിൽ ആരൊക്കെ എഴുതിയത്, കവി ആരൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഹിന്ദിയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ PYQs നോക്കാം, PYQs എല്ലാത്തിലും നോക്കാം. പക്ഷേ ഹിന്ദിയിൽ പറയുമ്പോൾ അങ്ങനെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ചാപ്റ്ററിൽ തന്നെ വരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഉണ്ടാവും ഏകദേശം ആൻസർ. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എന്താ പറയുക പോസ്റ്റർ അങ്ങനെയൊക്കെയാണ് ഓല് കുറച്ചും കൂടെ നമുക്ക് പഠിപ്പിക്കാതെ ഇടുന്നതൊക്കെ. അപ്പോൾ പോസ്റ്ററിൽ തന്നെ ഉണ്ടാവും അത് എന്തൊക്കെയാണ് എഴുതേണ്ടത്. നമ്മളൊരു ബോക്സ് വരച്ചിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ നമുക്ക് ഹിന്ദിക്ക് മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ എല്ലാത്തിൻ്റെയും ഇപ്പോൾ ടിപ്പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറി, ലെറ്റർ, പോസ്റ്റർ, എന്തിൻ്റെയോ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ആ ഫോർമാറ്റിന് തന്നെ ഉണ്ടാവും 2-3 മാർക്കൊക്കെ. ഇപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റിന് തന്നെ ഉണ്ടാവും 2 മാർക്കൊക്കെ കേട്ടോ. അപ്പം അത് ഫോർമാറ്റ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ എക്സാമിൻ്റെ ആ ഒരു മോർണിംഗിൽ അതെടുത്തിട്ട് ഒന്ന് വായിക്കുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് എത്തുമല്ലോ ഇതാണ് സംഭവം എന്ന്. പിന്നെ ടീച്ചേഴ്സ് നമുക്ക് ആസ്വാദന ടിപ്പണിയൊക്കെ തരുമല്ലോ, അത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അത് പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കവിതൻ്റെ ആസ്വാദനക്കുറിപ്പൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ചാപ്റ്റർ ഫുള്ള് കത്തും. ഇപ്പം നിങ്ങൾക്ക് നോട്ട്ബുക്കത്തെ അത് വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഷോർട്ടായിട്ടുള്ള ആസ്വാദന ടിപ്പണിയും ഇപ്പോൾ ആ ഒരു ടിപ്പണി മാത്രം പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് ചാപ്റ്റർ ഫുള്ളായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം യൂട്യൂബിലുള്ള ആ ഒരു ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ചാപ്റ്റേഴ്സൊക്കെ ഫുള്ള് കത്തും. ഓക്കെ,
പിന്നെ ഹിന്ദി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസും വേർഡ്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മീനിങ്സും അത് എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ചാപ്റ്റർ ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ലൈനായിരിക്കും അതിൻ്റെ ആൻസർ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. പിന്നെന്ന് പറയുമ്പോൾ 10th നിന്നൊക്കെ പിരമിഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് 6 മാർക്ക് 4 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ മനസ്സിലാവും, ലൈക്ക് ഇതിങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ പിരമിഡൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. പിന്നെ അതിൻ്റെ ടിപ്സൊക്കെ നമുക്ക് കുറേ യൂട്യൂബിൽ ക്ലാസ്സിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ച് വലിയ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സിനായിരിക്കും നമുക്ക് മാച്ച് ദ ഫോളോയിങ്സും അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഷോർട്ടാക്കിയിട്ട് ആ ഒരു ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണെങ്കിൽ തന്നെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ചിങ്ങനെ ഗ്രാമർ വൈസും അതിനൊക്കെ ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ള് യൂട്യൂബിലുള്ള ക്ലാസ്സാണ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്കിപ്പോൾ ഗ്രാമർ ഹിന്ദിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ പോലെ സോങ് ആയിട്ടും അല്ലെങ്കിൽ കുറേ എന്താ പറയുക വേറെ ടൈപ്പായിട്ട് പോലെ നമുക്ക് മനസ്സിലാക്കി തരും. പാട്ട് പോലെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അത് എഴുതാൻ വയ്ക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ടിട്ട് പിന്നെ എഴുതലും പിന്നെ വേറെ ചാപ്റ്റേഴ്സിലുള്ള ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും പറയുക. ഓക്കെ, പിന്നെ ഞാൻ ബയോളജി എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ, യൂട്യൂബിൽ ക്ലാസ് ബയോളജീൻ്റെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ലെങ്ത് ഉള്ള ക്ലാസ്സുകളും പിന്നെ ഭയങ്കര 2 hours 1.5 hours എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ നമുക്ക് കുറേ ടൈം പോകില്ല. അപ്പോൾ അതിലേറെ നല്ലത് 10th ടെക്സ്റ്റ് വായിക്കുന്നതാണ്. നല്ല യൂസ്ഫുൾ ആണ്. കാരണം +1 ടെക്സ്റ്റ് പോലെ ഒന്നല്ല 10th ടെക്സ്റ്റ്. കാരണം അതൊരു ഭയങ്കര കട്ടി കുറഞ്ഞ, അതിൽ കുറച്ച് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മീനിങ്സും എല്ലാം ഇരുന്ന് വായിക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് നോക്കി പഠിക്കണമായിരിക്കും നിങ്ങൾക്ക് ബയോളജി നല്ലത്. ഓക്കെ, ടെക്സ്റ്റ് ഫുള്ള് ഇരുന്ന് വായിച്ചോക്ക്. എല്ലാതും ഇപ്പോൾ ബോക്സൊക്കെ ആയിട്ട് വരുമല്ലോ, ആ ബോക്സൊക്കെ ഇരുന്ന് വായിക്കുക. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ബോക്സിൽ നിന്നൊക്കെ കാര്യം ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതാണ് സംഭവം നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നത്. ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ ഏകദേശം നിങ്ങളത് കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കാണുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതും ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പിന്നെ ഹിന്ദിയിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഇതിനും ഇപ്പോൾ ബയോളജിയും ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ അതിന് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത്, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം എഴുതാം കേട്ടോ. അല്ലാതെ ടെക്സ്റ്റിലുള്ള അതേതുപോലെ എഴുതി വെക്കുക, അങ്ങനെ നോട്ടിലുള്ളതുപോലെ എഴുതി വെക്കാമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളതായിട്ടുള്ള ചിന്തയിൽ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ സോഷ്യലൊക്കെ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ, സോഷ്യൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. എനിക്ക് A+ ഉണ്ടാവുന്ന പോലും ഉറപ്പില്ലാത്ത ഒരു സബ്ജക്റ്റായിരുന്നു സോഷ്യൽ. പിന്നെ അത് ഞാൻ ക്ലാസ് കേട്ടിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായി. കാരണം നമുക്ക് സൈലത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ കൂടുതൽ കേട്ടത് തോന്നുന്നത്. സൈലത്തിൽ സോഷ്യൽ നമുക്ക് സോങ് ആയിട്ടും അമീൻ സാറിന് അറിയോ, അപ്പോൾ അമീൻ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായി. സാർ നമുക്ക് സോങ് പോലെയും അങ്ങനെയൊക്കെ, അപ്പോൾ നമുക്ക് ചൈനീസ് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അങ്ങനെ കുറേ റവല്യൂഷൻസ് ഉണ്ടല്ലോ 10th. അപ്പോൾ അതൊക്കെ സാറ് നമുക്കൊരു കഥ പോലെ സ്റ്റോറി പോലെ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ലൈക്ക് നമ്മൾ എന്താക്കുക സോഷ്യലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്ത് നല്ലപോലെ ഇമാജിൻ ചെയ്തിട്ട് പഠിക്കുക. ലൈക്ക് ഇതിപ്പോൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണെന്നുള്ള പോലെ പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ ഓർത്തിട്ടത് അത് ഞാൻ 10th ചെയ്തൊരു സംഭവം തന്നെയാണ്. SS ഇപ്പോൾ യുദ്ധമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇനി ഇതിൽ കുറേ ഇങ്ങനെ വാർ നടന്നതും അതുപോലെ തന്നെ ഓരോ ഇങ്ങനെ ടീ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണതും അങ്ങനെയൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ഇതിവിടെ നടന്ന സംഭവമാണെന്നുള്ളതിൽ ഓല എങ്ങനെ പോയതും അങ്ങനെയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണല്ലോ നടന്നത് എന്നുള്ള ആ ഒരു ഓർമ്മ നമുക്ക് എക്സാം എഴുതുമ്പോൾ കിട്ടും. ഇപ്പോൾ ചൈനീസ് റവല്യൂഷൻ ആണെങ്കിൽ തന്നെ നിങ്ങൾ അതിലുള്ള ഓരോ പോസ്റ്റുലേറ്റ്സ് ഇങ്ങനെ ഇപ്പോൾ ആലോചിച്ച് ഇമാജിൻ ചെയ്താൽ തന്നെ പിന്നെ നമുക്ക് എക്സാം എഴുതുമ്പോൾ എഴുതാൻ വയ്ക്കും. ഓക്കെ,
ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് വായിക്കാം കേട്ടോ. ടെക്സ്റ്റ് എന്തായാലും വായിക്കുക. സോഷ്യലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറയുമ്പം 10th നിന്ന് ഷോർട്ട് നോട്ട്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു A4 തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇത് ലൈക്ക് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഒരു ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് എന്തായാലും പഠിക്കുക. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവം പറഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു കെമിസ്ട്രി ബുക്ക് ഉണ്ടോ, ഈ ഒരു ഇത്ര കട്ടിയുള്ള ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ എല്ലാതും പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഫുള്ള് PYQs വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അതിലുണ്ട്. അതിൻ്റെ ആൻസേഴ്സും അതുപോലെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആ ക്വസ്റ്റ്യൻ ബാങ്ക് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ SS ഇങ്ങനെ കുറേ ഇങ്ങനെ റെവല്യൂഷൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ റെവല്യൂഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് കുറേ വന്നിട്ടുണ്ട്. ചൈനീസ് റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ വന്നിട്ട് ഞാൻ ആ ഒരു ബാങ്കിൽ ഞാൻ ഓർക്കണം. ഓക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു SS കാര്യത്തിലൊക്കെ. SS കാരണം നമുക്ക് അതിൽ പിന്നെ ഷോർട്ടായിട്ടൊക്കെയാണ് ആൻസേഴ്സ് വരുന്നത്. ലൈക്ക് നമ്മളെങ്ങനെ എഴുതണ്ടേ അങ്ങനെയാണ് അതിൽ ആൻസേഴ്സ് വരുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ അത്രക്ക് വിവരിച്ചൊന്നുമില്ല. പക്ഷെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഓരോ പോയിന്റ്സ് ആയിട്ടാണ് എഴുതാൻ തന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ നിങ്ങൾ SS ഒക്കെ എഴുതുമ്പം എന്താ പറയുക essay എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളതൊരു വലിയ പാരഗ്രാഫ് പോലെ തന്നെ എഴുതുക. അല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് നല്ല വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് തോന്നുന്നു. ഞാൻ കൂടുതലും പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കൊന്നും 10th നിന്ന് SSന് A+ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടി ഗൈസ്. ഓക്കെ. പിന്നെ അത് ഞാൻ പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതിയത്. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റ് നല്ല നീറ്റായിട്ട് എഴുതാൻ നോക്കുക. അങ്ങനെ കുത്തി വരഞ്ഞിട്ടും വെട്ടിയിട്ടൊന്നും എഴുതാതെ ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അതൊരു ടീച്ചേഴ്സിന് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ നല്ല യൂസ്ഫുൾ ആണ്. കാരണം ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടം പോലെ ഒരു 200-300 പേപ്പറൊക്കെ നോക്കാനുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളത് ഇങ്ങനെ ഫുൾ ഇത് വായിച്ച് ടിക്കിടാനൊന്നും ഓൾക്ക് ടൈം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്താക്കുക, നല്ല വൃത്തിക്ക് എഴുതുമ്പോൾ തന്നെ ടീച്ചർ ഇതിങ്ങനെ നല്ല വൃത്തിയിൽ നിറച്ച് എഴുതിക്കണു അങ്ങനെ പോകുമ്പോൾ ഇത് നല്ല പഠിക്കണ കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരിയിട്ട് പോകും. ഇതിപ്പോൾ നിങ്ങൾ തെറ്റ് വെച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പോണില്ല എന്നാണ് എൻ്റെ ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ. കെമിസ്ട്രി ഫിസിക്സ് പറയുമ്പം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. ഇപ്പോഴും എനിക്ക് കെമിസ്ട്രി ഫിസിക്സ് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് 10th നിന്ന് കെമിസ്ട്രിയിൽ A ആയിരുന്നു. പിന്നെ ഫിസിക്സിന് A+ ആയിരുന്നു. ഇതെങ്ങനെ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ സൈലത്തിൻ്റെ ക്ലാസ്സും എക്സാമിൻ്റെ ക്ലാസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ കിടക്കല്. കാരണം എനിക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ നമുക്ക് ഏതാ മനസ്സിലാവണം നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ഞാൻ സൊല്യൂഷൻ്റെ പ്രഡിക്ഷനും കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ നീച്ചിട്ട് സാറിൻ്റെ പ്രഡിക്ഷൻ ആയിരിക്കും കേട്ടോ കാണുക. കാരണം ആ പ്രഡിക്ഷന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ഒരു പ്രഡിക്ഷൻ കണ്ടിട്ട് തന്നെ നമുക്ക് എല്ലാം ഏകദേശം എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും സാറ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതില്ലാത്തൊന്നും കുറേ സീനൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും ആദ്യത്തെ പ്രഡിക്ഷനൊക്കെ ഒന്ന് കാണുക. അല്ലെങ്കിൽ ഇപ്പോൾ സൈലത്തിലൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ അതിനൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിക്കുന്നത് കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം അതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ PYQs അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ എവിടുന്ന PYQs കിട്ടാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് പറഞ്ഞിട്ട് ബുക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളെ ഈ ഒരു സ്റ്റഡി റൂട്ടീനിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്കത് നല്ല യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കത് ബെനിഫിഷ്യൽ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അധികം ലെങ്ത് ആക്കണില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ലെങ്ത്തായി തോന്നുന്നത്. ആൻഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചത് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ. ബൈ. ടാറ്റാ.